ഇത് ചേട്ടൻ്റെ കൂടെ പഠിച്ചാന്നോ? അല്ല. ചേട്ടാ ഈ സീൻ ഒന്നിട്ട് ഇറക്കാക്കി തരുമോ? കടുപ്പം കൂട്ടി തരുമെന്നു. ആ കടുപ്പൊന്ന് കൂട്ടിക്കൂടെ. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടോ അവിടെ? ഷാജേട്ടൻ അങ്ങോട്ട് പോയി. പഴംപൊരി കഴിച്ചില്ലായിരുന്നല്ലോ. തിരിയാന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയാന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയാന്നൂറ് ചാള 80 കൊഴുവ 120. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയാൻ എടുക്കട്ടെ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. ചോറിനടി നിനക്ക് ഈ പിള്ളേരൊക്കെ ഏതാ? വടക്ക് രണ്ടും എൻ്റെ, തെക്ക് രണ്ടും പൊന്നപ്പൻ്റെ. എന്നിട്ട് അവനെന്തി? എൻ്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പൻ എന്നെ ഇട്ടിട്ട് പോയി. അത് നന്നായി. നേരി കർത്താവിൻ്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിൻ്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. ഹരി, ഷാജിയേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ? പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇത് തന്നെയാ കറക്റ്റ് സ്ഥലം. ഓ വയറ് ഇറങ്ങാ പോയി. ഷാജിയേട്ടാ അവനെ തീർത്ത് കളയേണ്ടത്. ഓ വിടറാ പോയി. അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. അത് ഞാൻ പിടിച്ചോളാം. പന്നിമറ്റത്ത് വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വാടി. നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാണ് കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തള്ളേ. അന്ന് നല്ലൊരു കാര്യത്തിന് ഞാൻ ആധാരം മടയാൻ വെക്കാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്നതാ പറഞ്ഞേ? തരാൻ പറ്റുകയില്ലെന്ന്. പിന്നെ എന്റെ നെഞ്ചത്തൊരു ചവിട്ടും ഇല്ലയോ? അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാം. എന്നാ ചെയ്ത്? എടാ മക്കളെ പറഞ്ഞു വിടറാ. ഷാജിയേട്ടൻ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. എന്നതാ? ഞാൻ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. അന്ന് നിങ്ങൾ എന്നതല്ലേ പറഞ്ഞ്? ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കുന്നറിയാമോ? എന്നതാ? 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. എടാ ക്ലീനസേ, അത് കാണിച്ചു വിടറാ. തള്ളട്ടെ. ആദ്യമായിട്ട് സ്വർണ്ണ കപ്പ് കാണുന്ന തന്നെയാ. മുടി വെച്ചോ. പോയി. കപ്പ എവിടെ? കപ്പ എവിടെ? കപ്പ എവിടെ? നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയിട്ട് എത്ര വർഷമായടാ? 2 വർഷം. അവിടെ പോയി എന്റെ അമ്മച്ചീനെ ഐസിയിലേക്ക് കൊണ്ടുവന്നേക്കുവാ, അല്ലാതെ ആദ്യ കുർബാനയ്ക്ക് കൊണ്ടുവന്നേക്കുവല്ല. ഈ പടം വരച്ചതാരാന്നറിയത്തില്ലല്ലോ. ആരായിരിക്കും? ക്ലീറ്റസ് കുഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കടാ മോനെ. നീ അത് ആർക്കടാ ഓർമ്മയില്ലാതെ എടുത്തു കൊടുത്തത്? ഞാൻ എന്നാ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായല്ലോ പാപ്പ. അല്ലാതെ സത്യം പറ ക്ലീറ്റസേ, നീ അത് എവിടെ കൊണ്ടുപോയി വിറ്റു? റാവേ, നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ? ഏതാ വണ്ടിക്കാരൻ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ,
മറിയാമ്മയുടെ ആരാ ഉള്ളേ? ഞാൻ എന്നാ കാണണമെന്നുള്ളവർ വന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ എങ്ങനെയാണോ ആ തള്ളേനെ പോയി കാണുന്നത്? പാപ്പ അമ്മച്ചിക്ക് അത്ര ആയുസ്വദിച്ചിട്ടെന്ന് വിചാരിച്ചാൽ മതി. ചെല് പാപ്പ ചെന്ന് കാണും. അമ്മച്ചിയുടെ ആത്മാവ് എന്നും ഷാജിയേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും. ഷാജിയേട്ടൻ ഒന്നും അറിയണ്ട, പന്തലൊക്കെ ഞാൻ അറിയിച്ചതോളാം. നിങ്ങൾക്കൊക്കെ എത്ര ചായ ഇട്ട് തന്നിട്ടാടാ പോയില്ലോടി? നിനക്ക് വിഷമമില്ലേ? കരയാന്നേ. അതല്ലടാ പന്തലിന്റെ കാശ്. ദൈവമേ. എടാ റീത്ത് വേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷനാ. വേറെന്താ ഉള്ളത്? മാനസെറ്റാ ഓക്കെ, ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. പിന്നെ സച്ചിനൊന്ന് വിവരം അറിയിക്കണം. അത് മതി. ഞങ്ങൾ തമ്മിൽ പിണങ്ങുമായിരുന്നെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോകാൻ നേരത്ത് എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? ബോധം വീണപ്പോഴേക്കും ഏതോ അലവലാതി ഷാജിയെ കാണണ്ടാന്നും പറഞ്ഞ് പിണങ്ങി കിടക്കുക. പക്ഷേ ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിണങ്ങി കിടക്കുന്നു. എടി ചത്തില്ലായിരുന്നു നീ? കോപ്പ്. അത് ശരി, ചത്തില്ലായിരുന്നോ? അമ്മച്ചി ഒന്ന് പറയുന്നു പാപ്പ. വല്ല അന്ത്യാഭിലാഷം വല്ല ഒന്നുകൂടി എന്നാ അമ്മച്ചി? അത് ശരി, ഇത് തെറി പറയാതിരിക്കാൻ അമ്മച്ചേക്കുമായിരുന്നു. ഷാജിയേട്ടാ, അതെ എന്നാടാവേ? അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് തന്നെ വന്നിട്ടുണ്ട്. ബോഡി എടുത്താലോ? ആ, നീ തന്നെ എടുത്തോ. ഷാജിയേട്ടൻ പുറകെ പിടിച്ചാൽ മതി. ഓ, ഞാൻ പിടിക്കാം. അവൻ്റെ ബോഡി ഇപ്പം എടുക്കും. അയ്യോ ചിക്കൻ വറുത്തരച്ചത് ഒറ്റ ദിവസം കൊണ്ട് 15,500 രൂപ. ക്യാൻറ്റീനാ കൂടുതൽ. ഇതിപ്പോൾ കപ്പും പോയി വീടും പോയി തള്ളയും പോകുന്നാ തോന്നുന്നത്. എടാ, ആധാരം തിരിച്ചു കൊടുക്കാതെ ഐസിന്ന് ഇറങ്ങാല്ലെന്നാ തള്ള പറയുന്നത്. തല തണുപ്പാന്ന്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഐസിവിന്റെ തൊട്ടിപ്പുറത്താണല്ലോ മോർച്ചറി, നമുക്ക് അമ്മച്ചിനെ അവിടെ കിടത്താം. അവിടെ മുതൽ തണുപ്പുണ്ട്, കാശും കുറവാണ്. ഞാൻ പിടിക്കില്ല, ഞാൻ പിടിക്കില്ല. എല്ലാവരും കൂടി എന്നെ കൊല്ലൂടാവേ. ഷാജിയേട്ടാ, രാജസ്ഥാനിൽ നിന്ന് പോലും വന്നിട്ട് ചവിട്ടിയാ പോരായിരുന്നോ? ഒറ്റ പോലെ ചേട്ടന്റെ ഡൗട്ട് ശരിയായിരുന്നു. അവന്മാരെ കിട്ടി. അണലി സാബുന്ന് അവന്റെ പേര്. ബോംബ് പൊട്ടി ചത്തുമ്പോ ഏതൊരു ചെറുത്താൻ ലാസർ അവൻ അനീന. എനിക്ക് ഉറപ്പാണ് ഷാജേട്ട അവൻ തന്നെ നമ്മുടെ കപ്പടിച്ച് മാറ്റിയത്. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെ ചില്ലറക്കാരിലോട്ടോ അവന്മാര് ഷാജിയേട്ടാ. അവന്മാർ റബ്ബർ ഫാക്ടറിയുടെ മറവിൽ പെരുമ്പാവൂർ ബോർഡല്ലേ അനധികൃത ഡാൻസ് ബാർ നടത്തണവന്മാരാ. നമ്മൾ വിചാരിച്ച കൂട്ടിയെ കൂടിയല്ല. എന്നാ പിന്നെ ഇറങ്ങും ഷാജിയേട്ടാ. ലോല സാധനം കടറാ. ഇന്നത്തോടെ അവന്മാരുടെ അവസാനമാണ്.